ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ സ്ത്രീകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പുരുഷന്മാർ എന്താണ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാത്തത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്ത്രീകളെ പോലെ അല്ലല്ലോ, നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടം അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാറുണ്ട്, മറച്ചു വെക്കാറൊന്നുമില്ല. പക്ഷെ അവരെന്താ ഇങ്ങനെ ഉള്ളിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവും, പക്ഷെ അതൊന്നും അവർ പുറത്ത് കാണിക്കാറില്ല. പലപ്പോഴും നമുക്ക് തന്നെ തോന്നാറുണ്ട് ഇവർക്ക് തന്നെ തീരെ ഇഷ്ടമല്ല എന്നുള്ളത്. അങ്ങനെയാണ് അവർ പെരുമാറുന്നത്, അത് എന്താണെന്നുള്ളത്. ഇങ്ങനെ പുരുഷന്മാർ അവരുടെ സ്നേഹം ഉള്ളിൽ ഒതുക്കി വെക്കുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. പുറത്ത് കാണിക്കാത്തതിന്, എക്സ്പ്രസ് ചെയ്യാത്തതിന് കുറച്ച് റീസൺസ്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് അവരെ വളർത്തിയിട്ടുള്ള രീതി തന്നെയാണ്. എല്ലാ പുരുഷന്മാരും, അതായത് അവർ ചെറുപ്പത്തിലെ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ നമ്മൾ ഒട്ടുമിക്ക വീടുകളിൽ നിന്നും അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ഒരിക്കലും ആരുടെ മുമ്പിലും കരയാൻ പാടില്ല എന്നുള്ളത്. ആൺകുട്ടികൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, നീ ഒരാണല്ലേ, നീ എന്തിനെങ്ങനെ കരയണത് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അത് വളരെ, ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മൾ അവിടെ നിന്ന് തുടങ്ങുകയാണ് ആ ഒരു കുട്ടിയോട് നീ കരയരുത്, നിന്റെ ഇമോഷൻസ് നീ എക്സ്പ്രസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഒരു രീതി. അതിലൂടെ അവർ പഠിക്കുന്നത് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കരഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നമുക്കൊരു വില ഉണ്ടാവില്ല. അപ്പോൾ ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നുള്ളതാണ് ഇവർ പഠിക്കുന്ന ആദ്യത്തെ പാഠെന്ന് പറയുന്നത്. അതൊന്നും അവർ തുടങ്ങുകയാണ്. പിന്നെ അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കാതെ ഇരിക്കും. അതായത് നമ്മളൊന്ന് സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നമ്മുടെ തലയിൽ കയറിയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവരല്ല, ഒട്ടുമിക്ക ആളുകളും. അതുകൊണ്ട് തന്നെ അവർ സ്നേഹം പ്രകടിപ്പിക്കാനും പുറകിലാണ്. അവരവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് കാണിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഒന്നാമത്തെ ഒരു റീസൺ വളർന്നു വന്ന രീതി തന്നെയാണ്. ഇത് ഒട്ടുമിക്ക പുരുഷന്മാരും ഒരേപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ഷനാണ് പൊതുവെ പുരുഷന്മാർ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ സ്ത്രീകൾ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ആ രീതിയിലാണ് അവരുടെ അടുത്ത് പറയാറുണ്ടാവുക. പക്ഷെ അവരങ്ങനെ നമ്മുടെ അടുത്ത് എപ്പോഴും പറയാറില്ല. പകരം അവരുടെ പ്രവൃത്തിക്കാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന്, ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചതിന് ബില്ല് അവർ പേ ചെയ്യുക, നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്ത് തരിക, നമുക്ക് എന്തെങ്കിലും വാങ്ങി തരിക, നമുക്കിപ്പോൾ വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളെ കെയർ ചെയ്യുക, ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് സ്നേഹം എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെയാണ് അവർ നമുക്ക് ചെയ്തു തരുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളോട് അവർ ചിലപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടേ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ നിങ്ങൾക്ക് അത് കേൾക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല അവരുടെ നിന്ന്. പക്ഷെ അവർ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ളത്, നിങ്ങൾക്ക് വേണ്ടത് ഓരോ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ക്ഷീണമായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഇരിക്കും, നിങ്ങളെ കെയർ ചെയ്യാൻ ശ്രമിക്കും, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ല. ഇങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ് അവരുടെ ഭാഷയിൽ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ മനസ്സിലാക്കി വെക്കുന്നത് ആക്ഷൻസ്, അതായത് പ്രവൃത്തികളാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴികൾ എന്നാണ്. അതുകൊണ്ടാണ് അവര് വാക്കുകളിലൂടെ അത് പ്രകടിപ്പിക്കാതിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം റിജക്ഷന് ഭയമാണ് എന്നുള്ളതാണ്. അവരിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ ആത്മാർത്ഥമായിട്ട്, അതായത് അംഗീകരിക്കാതിരിക്കുക, അതല്ലെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്നത് വല്ലാതെ അവരെ ഹേർട്ട് ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല പിന്നെ അവർക്ക് അങ്ങനെ പറയാൻ തോന്നില്ല, അവർക്ക് പേടിയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് പൊതുവെ റിജക്ഷൻ ഭയമാണ്. ആരെങ്കിലും അത് പറ്റില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഓക്കെ ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആരും സമ്മതിക്കില്ല, വീട്ടിലാരും സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് തീരെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയും ഹെയർ കട്ട് ചെയ്തേ പറ്റുള്ളൂ. അതിന് പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഗേൾസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓക്കെ ശരി എന്നാൽ കുഴപ്പമില്ല, അത് വിടാം എന്നുള്ളൊരു മൈൻഡിലേക്ക് നമ്മൾ വരും. പക്ഷെ പുരുഷന്മാർ അങ്ങനെയല്ല, അവർക്കത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. റിജക്ഷൻ അവർക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പൊ അവര് നമ്മളെ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യാൻ വന്നു വിചാരിക്കാം, നമ്മള് ഹഗ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുപോലെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെ ഹഗ് ചെയ്യാൻ തോന്നില്ല, അല്ലെങ്കിൽ തോന്നിയാലും നമ്മുടെ അടുത്തേക്ക് വരാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് വീണ്ടും പേടിയാവും, റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നൊരു പേടി അവർക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ റിജക്ഷൻ ഇവർക്ക് പേടിയാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് ഇവർക്ക് അറിയില്ല. ഇവരത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വന്നതല്ലേ എന്നുള്ളത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവർക്ക് തീരെ അതിനെക്കുറിച്ച് അറിയില്ല. എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, നമ്മളെങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവുക, ഈ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. അവർക്ക് ഹഗ് ചെയ്യണമെന്ന് അറിയില്ല, നമ്മുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും എന്നുള്ളത് അറിയില്ല. അങ്ങനെ എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഹാപ്പി ആവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക, ഈ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് തീരെ അറിയില്ല എന്നുള്ളതാണ്.
അപ്പൊ ആ ഒരു കാര്യം കൂടി അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതിനൊരു റീസൺ ആണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ട് മാറിക്കഴിഞ്ഞ ഒരു ലൈഫ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ അവർ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ തിരിച്ചും അവരെ സ്നേഹിക്കുന്നു, റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് അത് ഫെമിലിയർ ആയി, നമ്മളെപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, ആ ഒരു ചിന്തയാണ് അവർക്ക് വരിക. അപ്പൊ ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ, പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടോ, ഇഷ്ടമാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് അവർ ചിന്തിക്കാറുള്ളത്. അവരവരുടെ ലൈഫുമായിട്ട് അങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയണം എന്നൊരു ചിന്തയൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. സോ ഇവർ ആ ലൈഫുമായിട്ട് അതായത് വളരെ ഫെമിലിയർ ആയിട്ട് ഇവർ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയണം, നമ്മുടെ അടുത്ത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നൊരു ചിന്ത ഇവർക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളായിരിക്കും. കാരണം അത് ആ ഒരു പുതുമയാണ്, പുതുക്കത്തിൽ അവരങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ അത് അവർക്ക് ഫെമിലിയർ ആയിട്ട് മാറി എന്നുള്ളതാണ്. ആ ഒരു ലൈഫ്, അതായത് നമ്മുടെ കൂടെ അവരുണ്ട്, അപ്പൊ നമ്മൾ അവരെ വിട്ട് പോവില്ല എന്നൊരു ചിന്തയാണ് അവർക്ക് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ആകുമ്പോഴും അവർ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് പുറകിലാവാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് അവർ നമ്മുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാത്തതിന്റെ. എങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് നമ്മൾ ഇഷ്ടമല്ല എന്നൊരർത്ഥം വരുന്നില്ല. അവരുടെ സ്നേഹപ്രകടന രീതി വ്യത്യസ്തമാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പോലെ അവർ പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, അതിലൂടെ അവരുടെ സ്നേഹം അറിയാൻ പറ്റും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കരുത്, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉള്ളിലുള്ളൊരു കൺഫ്യൂഷൻ അത് മാറിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്